ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. ഉദ്ധിതനിൽ പ്രിയമുള്ളവരെ, സമാധാനം. He who created us without our help will not save us without our consent. നമ്മുടെ സമ്മതം കൂടാതെ നമ്മെ സൃഷ്ടിച്ച ദൈവത്തിന് നമ്മുടെ സഹകരണം കൂടാതെ നമ്മെ രക്ഷിക്കാനാവില്ല. വിശുദ്ധ അഗസ്റ്റീനോസിൻ്റെ ഈ വാക്കുകൾ ഓർമ്മപ്പെടുത്തും വിധം യോഹന്നാൻ്റെ സുവിശേഷത്തിലെ 6-ാം അധ്യായം 44 മുതലുള്ള വാക്യങ്ങളിൽ തന്നെ വിമർശിക്കുന്നവർക്കുള്ള വളരെ ക്രിയാത്മകവും ലളിതവുമായ ഈശോയുടെ മറുപടി വളരെ പ്രസക്തമാണ്. എന്നെ അയച്ച പിതാവ് ആകർഷിച്ചാലല്ലാതെ ഒരുവനും എൻ്റെ അടുക്കലേക്ക് വരുവാൻ സാധിക്കുകയില്ല. കാരണം കൂടാതെ ദൈവിക വെളിപാടുകളെ, ദൈവിക ഇടപെടലുകളോട് മുഖം തിരിഞ്ഞു നിൽക്കുന്നവർക്കുള്ള ഏറ്റവും ക്രിയാത്മകവും ക്ലാസിക്കുമായ മറുപടിയാണത്. ദൈവത്തിൽ വിശ്വസിക്കണമെങ്കിൽ ഒരാകർഷണം അനിവാര്യമാണ്. നാമൊക്കെ ദൈവത്താൽ ആകർഷിക്കപ്പെട്ടവരാണോ എന്ന് ചിന്തിക്കുവാനുള്ള ഒരവസരം കൂടി ഈ സുവിശേഷ ഭാഗം ഒരുക്കുന്നുണ്ട്. ഈ ദിവസങ്ങളിൽ യോഹന്നാൻ്റെ സുവിശേഷത്തിലൂടെ നാം ധ്യാനിക്കുകയും അറിയുകയും ചെയ്യുന്ന ഈശോ ജീവൻ്റെ അപ്പം, നിത്യരക്ഷയ്ക്കുള്ള യഥാർത്ഥ ഭക്ഷണം എന്ന ശക്തമായ ഈശോയുടെ വാക്കുകൾ അടുത്തറിഞ്ഞിട്ടും ഹൃദയം കഠിനമാക്കുന്ന ഒരു ജനക്കൂട്ടം, ബാഹ്യമായ അപ്പത്തിൻ്റെ തൃപ്തിയിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു കൂട്ടം ആളുകൾക്ക് തുല്യമാണ്. ഇത്ര അസന്നിഗ്ധമായി, ഇത്ര കൺവിൻസിംഗായി തൻ്റെ അസ്തിത്വത്തെ വെളിപ്പെടുത്തി ഈശോയോട് സംശയത്തിൻ്റെ നിഴൽ വീഴ്ത്തി വിശ്വാസത്തിൻ്റെ ആന്തരിക നയനങ്ങൾ തുറക്കുവാൻ വിമുഖത കാട്ടുന്നവരോടാണ് ഈശോ അറ്റ കൈക്ക് വളരെ ലളിതമായി ഈ ഒരു പ്രസ്താവന പറയുന്നത്. എൻ്റെ പിതാവിനാൽ ആകർഷിച്ചാലല്ലാതെ ആർക്കും എൻ്റെ അടുക്കൽ വരുവാൻ സാധിക്കുകയില്ല. ഈ വാക്ക് പറയുമ്പോൾ പോലും ഈശോ എന്ന വ്യക്തിയുടെ അവബോധവും സ്വയം മനസ്സിലാക്കലും വളരെ പ്രസക്തമാണ്. ഏറ്റവും ആദ്യം പിതാവിനാൽ ആകർഷിക്കപ്പെട്ടവനാണ് ക്രിസ്തു. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. പിതാവിനാൽ ആകർഷിക്കപ്പെട്ടവനെ, അത്തരത്തിലുള്ളവരെ മനസ്സിലാക്കാനാവൂ. ഈ ഒരു പ്രസ്താവനയിലൂടെ നമുക്ക് ഓരോരുത്തർക്കും തരുന്ന തുറന്ന ഒരവസരം കൂടിയാണ്. കുറച്ചുകൂടി തുറവിയോടെ വിശ്വാസത്തിൻ്റെ പടവുകൾ നടന്നു കയറുവാൻ അതൊരു പടിപടിയായി നടന്നു കയറേണ്ട ഒരു തിരിച്ചറിവ് കൂടിയാണ്. നശ്വരമായ അപ്പത്തിൻ്റെ തൃപ്തിയിൽ നിന്നും അനശ്വരമായ അപ്പത്തിൻ്റെ ആത്മസംതൃപ്തിയിലേക്ക് ഒരുപക്ഷെ ഈശോ ഇപ്രകാരം മറുപടി നൽകുമ്പോൾ കേൾക്കുന്ന ചിലരുടെയെങ്കിലും മനസ്സിൽ ദൈവം പക്ഷാപാതത്തോടെയാണ് തന്നിലേക്ക് വ്യക്തികളെ ആകർഷിക്കുന്നതെന്ന് തോന്നിപ്പോയേക്കാം. എന്നാൽ അത്തരത്തിലുള്ള സംശയത്തിൻ്റെ നിഴൽ പോലും യോഹന്നാൻ സുവിശേഷകൻ ഈശോയുടെ ശക്തമായ പ്രസ്താവനയിലൂടെ കാറ്റിൽ പറത്തുന്നുണ്ട്. ഞാൻ കുരിശിൽ ഉയർത്തപ്പെടുമ്പോൾ എല്ലാവരെയും എന്നിലേക്ക് ആകർഷിക്കും. ആരെയും മാറ്റി നിർത്താതെ എല്ലാവരെയും തൻ്റെ പിതാവിനാൽ ആകർഷിക്കപ്പെടുത്തണമെന്നാണ് അവൻ്റെ ഇഷ്ടം. അതിനായി ഈശോ തൻ്റെ മൊഴികളിലൂടെ, വ്യാഖ്യാനങ്ങളിലൂടെ എല്ലാവർക്കും അവസരം നൽകുന്നുണ്ട്. എന്നിരുന്നാലും അതിൻ്റെ സ്വീകാര്യത ശ്രോതാവിൻ്റെ തുറവിയെ ആശ്രയിച്ചിരിക്കുന്നു. ഞാൻ ഈ വചനങ്ങളോട് തുറവിയുള്ളവനാണോ? ഞാൻ ഈശോയുടെ ഈ വചനങ്ങളോട്, വാക്കുകളോട് എപ്രകാരം പ്രത്യുത്തരിക്കുന്നു? ഇവിടെയാണ് തുടക്കം ഞാൻ പറഞ്ഞ വിശുദ്ധ അഗസ്റ്റിൻ്റെ വാക്കുകൾ പ്രസക്തമാകുന്നത്. God created you without your help, but He can't save you without your help. നമ്മുടെ സഹായം കൂടാതെ നമ്മെ മെനഞ്ഞ സൃഷ്ടാവിന് നമ്മുടെ സഹായം കൂടാതെ നമ്മെ രക്ഷിക്കാനാവില്ല. എത്രമാത്രം നാം ദൈവത്തിൽ ആശ്രയിക്കുന്നു എന്ന് നമ്മോട് തന്നെ ചോദിക്കുവാൻ ഈ വാക്കുകൾ നമ്മെ പ്രേരിപ്പിക്കുന്നു. ഇന്നത്തെ സുവിശേഷ ഭാഗങ്ങൾ ഈശോയുടെ ആഹ്വാനം, എൻ്റെ പിതാവിനാൽ ആകർഷിച്ചാലല്ലാതെ ആർക്കും എൻ്റെ അടുക്കൽ വരുവാൻ സാധിക്കുകയില്ല എന്ന് പറയുമ്പോൾ നാം ദൈവത്താൽ ആകർഷിക്കപ്പെട്ടവരാണോ, ക്രിസ്തുവിനാൽ ആകർഷിക്കപ്പെട്ടവരാണോ നാം എന്ന് ചിന്തിക്കുന്നത് ഉചിതമാണ്. ഓരോ ദിനവും നാം ഭക്ഷിക്കുന്ന ഈശോയുടെ ശരീരവും രക്തവും അതിനാൽ നാം ആകർഷിക്കപ്പെടുന്നുണ്ട്. മൺമറഞ്ഞുപോയ ബഹുമാനപ്പെട്ട ക്രിസോസ്റ്റം തിരുമേനിയുടെ ഒരു അഭിമുഖത്തിൽ അദ്ദേഹത്തോട് ചോദ്യകർത്താവ് ഇപ്പോൾ ഇപ്രകാരം ചോദിക്കുന്നു: താങ്കൾ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടോ?
അദ്ദേഹം നൽകിയ നർമ്മത്തിൽ ചാലിച്ച ഉത്തരം വളരെ ചിന്തിപ്പിക്കുന്നതാണ്. ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടോ എന്നുള്ളതല്ല, ദൈവത്തിന് എന്നെ വിശ്വാസമുണ്ടോ എന്നതാണ്. പിതാവിനാൽ ആകർഷിക്കപ്പെടുന്നവരാകാൻ ആഗ്രഹത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ.